പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താലുള്ള ജീവിതത്തെ പറ്റി എപ്പോഴും ഒരു തർക്കം പലയിടങ്ങളിലും നടക്കാറുണ്ട്. അത് പലപ്പോഴും അത് അങ്ങോട്ട് മനസ്സിലാകാത്തതിൻ്റെ ഒരു ഭാഗമുണ്ട്. എങ്കിലും മനസ്സിലായാൽ തന്നെയും പലപ്പോഴും നമുക്കതങ്ങോട്ട് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതെവിടെ എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു സംശയം നമ്മുടെ ലൈഫിലേക്ക് വരും. പിന്നെ ബൈബിളിൽ തന്നെ യാക്കോബിന്റെ ലേഖനവും റോമർക്ക് എഴുതിയ ലേഖനവും വെച്ച് ഭയങ്കര തർക്കങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് യാക്കോബ് പറയുന്നത്, എന്താണ് പൗലോസ് പറയുന്നത് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ പ്രശ്നം തുടങ്ങിയത് ഇന്നലെയൊന്നുമല്ല. ആദിമ നൂറ്റാണ്ട് മുതലേ യാക്കോബിന്റെ ലേഖനം വെച്ച് പണ്ട് നവീകരണ വക്താക്കൾ ഇതിനെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം വെച്ച് ഒരുപാട് ഈ റീഫോമേഴ്സ്, മാർട്ടിൻ ലൂതർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇതിന് എതിർപ്പ് നേരിട്ടിട്ടുണ്ട്. കാരണം പ്രവൃത്തിയും വിശ്വാസവും പ്രവൃത്തിയും വേണം, അതാണ് നമ്മളെ നീതീകരിക്കുന്നത് എന്നായിരുന്നു ഈ എതിർക്കുന്ന ആൾക്കാർ കൂടുതൽ വാദിച്ചിരുന്നത്. അല്ലാതെ അതിനവർ ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത് യാക്കോബിന്റെ ലേഖനമാണ് എടുത്തിരുന്നത്. യാക്കോബിന്റെ ലേഖനം നമുക്കറിയാം, 2-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യമാണ്. 21-ാമത്തെ വാക്യത്തില് ഈ 19 മുതലുള്ള വാക്യം, ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം, പിശാചുകളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് 21-ാമത്തെ വാക്യം, നമ്മുടെ പിതാവായ എബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ഒരൊറ്റ വാക്ക് നോക്കുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാൽ ആണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തും. ഈ വാക്ക് വെച്ച് നോക്കുമ്പോൾ വിശ്വാസം വേണം, പ്രവൃത്തിയും വേണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു, പ്രവൃത്തി ഇല്ലെങ്കിൽ കാര്യമില്ല. നമ്മൾ വിശ്വസിക്കുന്നു, അതോടൊപ്പം പ്രവർത്തിച്ചാലേ നമ്മൾ നീതീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് യാക്കോബ് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എങ്ങനെയാണ് യാക്കോബ് പറയുന്നതും പൗലോസ് പറയുന്നത് വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിച്ചിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3:6 പറയുന്നു. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 3 പറയുന്നു. അതുപോലെ റോമർക്ക് എഴുതിയ ലേഖനം 4:5 പറയുന്നു. ഇപ്പൊ എബ്രഹാമിന്റെ വിശ്വാസം, എബ്രഹാമിന്റെ ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെയാണ് പൗലോസ് പറയുന്നത് നമ്മൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന്. എന്നാൽ യാക്കോബ് പറയുന്നു എബ്രഹാം പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ആ പ്രവൃത്തി വന്നതുകൊണ്ടല്ലേ, മകനെ യാഗമാക്കിയ രീതിയിലുള്ള പ്രവൃത്തി തന്നിൽ വന്നതുകൊണ്ടല്ലേ താൻ നീതീകരിക്കപ്പെട്ടത് എന്നാണ് യാക്കോബ് പറയുന്നത്. ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ ഒരു സബ്ജക്റ്റിനെ തൊടാൻ ഇച്ചിരി പേടിക്കുന്ന ഒരു ഭാഗം കൂടാണ്. പലപ്പോഴും എന്താണ് ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, വെറുതെ എന്തിനാ അതിനകത്ത് തൊട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. ഇപ്പം വേറെ ചിലർ പറയുന്നത് പൗലോസ് പറയുന്നതിനോട് യാക്കോബിനൊരു എതിർപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്നും. എന്നാൽ യാക്കോബിന്റെ ലേഖനമാണ്, പൗലോസിന്റെ റോമർക്ക് എഴുതിയ ലേഖനമാണ് ആദ്യം എഴുതിയതെന്നും യാക്കോബ് പിന്നെ ഈ ലേഖനത്തോട് എതിർത്ത് നിന്നെയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ നീതീകരണം എന്ന് യാക്കോബ് ഉപയോഗിച്ച വേർഡും പൗലോസ് ഉപയോഗിച്ച വേർഡും ഒരേ വേർഡാണ്. അത് ഡിക്കായോസുന്നെ എന്ന ഗ്രീക്ക് വേർഡാണ്, DIKIOSUNE. അത് നീതീകരണമാണ്, ഗ്രീക്ക് വേർഡാണ്. ഇത് സെയിം വേർഡാണ് യാക്കോബ് ഉപയോഗിച്ചതും പൗലോസ് ഉപയോഗിച്ചതും. രണ്ടുപേരും സെയിം വേർഡ് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം എന്നാലും ഈ രണ്ടും ഒരേ വേർഡാണെങ്കിലും ഡിഫറെന്റ് ആശയങ്ങളിൽ അത് പറയാം എന്നുള്ളത് ഉണ്ട്, അല്ലെ? ഇപ്പൊ ഒരേ വേർഡുകൾ ഉപയോഗിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മളെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതിന് അങ്ങനെ ഒരു വാദം ഉണ്ട്. ഇപ്പോൾ പൗലോസ് എബ്രഹാം നീതീകരിക്കപ്പെട്ടതായിട്ട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15:5 വെച്ചിട്ടാണ്. ഉൽപ്പത്തി പുസ്തകം 15:5 5-ാമത്തെ വാക്യമാണ്. പിന്നെ അവനെ പുറത്തു കൊണ്ടുചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവൻ നീതിയായി കണക്കിട്ടു. ഇനി 22-ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഇസഹാക്കിനെ എബ്രഹാം യാഗപീഠത്തിൽ വെക്കുന്നതും യാഗം കഴിക്കാനായിട്ട് അർപ്പിക്കുന്നതൊക്കെ കാണുന്നത്. പക്ഷെ ഇതിനു മുമ്പേ അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നെഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം അവൻ വിശ്വസിച്ച് ആ വിശ്വാസം അവിടെ നീതിയായി കണക്കിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് ഈ യാക്കോബിന്റെ ലേഖനം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലെ ആ പ്രവൃത്തിയാണ്. അതായത് എബ്രഹാം ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുന്ന ആ ഭാഗമാണ് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു, ഡിക്കൈസുനെ എന്നുള്ള ആ വേർഡ് രണ്ടിടത്തും നീതീകരണം, എബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ പറ്റി
പൗലോസ് പറയുന്നതും യാക്കോബ് പറയുന്നതും ഒരേ വേർഡ് തന്നെയാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇതേ വേർഡ് കർത്താവ് വേറെടുത്ത് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 35-ാമത്തെ വാക്യം, ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന നീതീകരണം ഏതാണ്? ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ജ്ഞാനം കുഞ്ഞുങ്ങളെ ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതല്ല. മറിച്ച് അതിന്റെ അർത്ഥം ജ്ഞാനം അതിന്റെ ബലത്താൽ യഥാർത്ഥ ജ്ഞാനം ആണെന്ന് നീതീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഈ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കി. ജ്ഞാനം അതിന്റെ ബലത്താൽ യഥാർത്ഥ ജ്ഞാനമാണ് നീതീകരിക്കപ്പെടുന്നു. അതായത് ജ്ഞാനമോ തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു. എന്ത് ജ്ഞാനത്തിന്റെ ബലങ്ങളാൽ മക്കളാൽ ആ ജ്ഞാനമാണെന്ന് നീതീകരിക്കപ്പെടുന്നു. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പം ഞാൻ പറയുകയാണ് 1 സെക്കൻഡ് കൊണ്ട് ഞാൻ 10 കിലോമീറ്റർ ഓടി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുമോ? അല്ലെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? 1 മിനിറ്റ് കൊണ്ട് ഞാൻ 10 കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് പ്രൂവ് ചെയ്യാൻ പറയും അല്ലേ? അത് തെളിയിച്ച് കാണിക്കാൻ പറയും. അപ്പം വിശ്വസിക്കുന്നത് ക്ലെയിം ചെയ്യുമ്പോൾ അത് നമ്മൾ ആ വിശ്വാസം അത് മാനിഫെസ്റ്റഡ് ആകണം. അത് മറ്റുള്ളവർക്ക് വിശ്വാസയോഗ്യമാണ്, നീതീകരിക്കപ്പെടണമെങ്കിൽ. നിങ്ങളുടെ മുന്നിൽ അത് നീതിയാകുന്നപ്പോഴാണ് നിങ്ങൾ എന്നെ അത് നീതീകരിക്കുന്ന എപ്പോഴാണ്? അത് കാണുമ്പോഴാണ്, ആ പ്രവൃത്തി കാണുമ്പോഴാണ്. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ ഓടിയെന്ന് നിങ്ങൾ അത് അംഗീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? അത് കാണുമ്പോഴാണ്. അതാണ് ഇവിടെ ലൂക്കോസ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം തന്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെടുന്നു. അതായത് ജ്ഞാനം അതിന്റെ മക്കളാൽ, അതിന്റെ ഫ്രൂട്ടിനാൽ, അതിന്റെ ഫലങ്ങളാൽ അത് നീതീകരിക്കപ്പെടുന്നു. വേറൊരു ബൈബിൾ വെർഷനിൽ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനം അതിന്റെ പ്രവർത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്നാണ്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് നീതീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. അതായത് ആ ജ്ഞാനം അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അത് കാണുമ്പോൾ ആണ് നീതീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഞാനിതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചേക്കാം, അവസാനം നമുക്ക് അതിനോട് കൂട്ടിച്ചേർക്കാം. അപ്പം എന്താണ് ഇനി യാക്കോബ് പറഞ്ഞ കാര്യമെന്ന് നമുക്ക് നോക്കാം. യാക്കോബിന്റെ ലേഖനം 2:14. യാക്കോബ് ഇത് തുടങ്ങുന്ന എവിടുന്നാണെന്നറിയോ? 14-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ പൗലോസ് ചോദിക്കുന്ന ചോദ്യം, പൗലോസ് പറയുന്നതും ഇതല്ല. അതായത് പൗലോസ് പറയുന്നത് ദൈവം ഒരുത്തനെ, ഒരു അനീതികെട്ട ഒരു പാപിയായ ഒരു മനുഷ്യനെ നീതീകരിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പം അതിന് എബ്രഹാമിന്റെ അതേ ഇൻസിഡന്റ് വെച്ച്, എബ്രഹാമിന്റെ അതേ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ ദൈവം എങ്ങനെ ഒരാളെ നീതീകരിക്കുന്നതെന്ന് കാണിക്കുന്നത്. ഇതേ സംഭവം വെച്ചിട്ട് യാക്കോബ് പറയുന്നത് ഒരാളുടെ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ, നീതീകരിക്കപ്പെട്ട വിശ്വാസമാണെങ്കിൽ അതിൽ നിന്ന് പ്രവൃത്തി ഉണ്ടാകുകയില്ലയോ എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? നമ്മൾ വിശ്വാസത്താലാണോ നീതീകരിക്കപ്പെട്ടത്? വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. എഫേസ്യർ ലേഖനം, അതിനകത്ത് പൗലോസ് എന്താണ് പറയുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം, കൃപയാലല്ലോ 8-ാമത്തെ വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്, ഗുഡ് വർക്ക്സിന് വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് വർക്കുണ്ട്.
അപ്പം നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് ബലങ്ങൾ ഉണ്ടാകും, ആത്മാവിന്റെ ബലങ്ങൾ ഉണ്ടാവും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നിന്ന് ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മൾ കർത്താവിന്റെ സുവിശേഷം അറിയിക്കാൻ ഒരു ത്വര നമുക്കുണ്ടാവും. ക്രിസ്തുവിന്റെ ലൈഫ് ജോയി നമ്മൾ അനേകർക്ക് പറഞ്ഞു കൊടുക്കാനൊരു ത്വര നമുക്കുണ്ടാവും. ഇതൊക്കെ ആ ഒരു സ്വഭാവത്തിൽ നിന്ന് വരുന്ന നല്ല വർക്കുകളാണ്. ദൈവം നമ്മളെ മുന്നേമിച്ചിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മളെ അവന്റെ കൈപ്പണിയായ സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ ദൈവം നീതീകരിച്ച് ഈ സൽപ്രവൃത്തികൾക്കായിട്ടാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് വരുന്ന, ക്രിസ്തുവിന്റെ ലൈഫിൽ നിന്ന് വരുന്ന സൽപ്രവൃത്തികൾക്കായിട്ട് ആക്കിയിരിക്കുന്നു. അപ്പോൾ ഒരാൾ വിശ്വാസമുണ്ട്, 8ാമത്തെ വാക്യം മാത്രം വിശ്വസിക്കുന്നു, ഈ 10ാമത്തെ വാക്യത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ട് ദൈവം എങ്ങോട്ട് അവനെ കൊണ്ടുവന്നേ? ഈ സൽപ്രവൃത്തിയിലേക്കാണ് കൊണ്ടുവന്നേ. അപ്പൊ പൗലോസ് പറയുന്നത് ഈ നീതീകരണത്തെ പറ്റി, ദൈവത്തോടുള്ള ആ നീതീകരണത്തെ പറ്റിയാണ് പൗലോസ് പറയുന്നത്. നമ്മളെ വിശ്വാസത്താൽ നീതീകരിച്ച, ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ച, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച ആ ഫെയ്ത്ത്, ആ വിശ്വാസത്താൽ നമുക്ക് നീതീകരിക്കപ്പെട്ടു, ദൈവത്തോട് നമുക്ക് നീതി ഉണ്ടായി, ആ നീതിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ യാക്കോബ് പറയുന്നു, ഈ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൈപ്പണിയായ സൽപ്രവൃത്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. വാട്ട് വുഡ് ജീസസ് ഡു? കർത്താവായിരുന്നെങ്കിൽ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ഞാൻ പറയാണ് 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ 10 കിലോമീറ്റർ ഓടും എന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ ഞാൻ പറയാണ് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന്. അപ്പൊ ആൾക്കാർ പറയാണ്, നിങ്ങൾ എന്നാ തെളിയിച്ച് കാണിക്കും, എന്തേ ക്രിസ്തുവിന്റെ ലൈഫ് നിങ്ങൾ കാണുന്നില്ലല്ലോ, 5 മിനിറ്റ് കൊണ്ട് 10 കിലോമീറ്റർ ഓടുന്നത് നിങ്ങളൊന്ന് കാണിച്ചേ, ഞങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അപ്പോൾ വിശ്വാസം അതതിന്റെ ഫലങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണ്, ആ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമല്ല. അതിനെപ്പറ്റിയാണ് യാക്കോബ് പിന്നെ തുടർന്ന് പറയുന്നത്. അപ്പോൾ യാക്കോബ് പറയുന്നത് വിശ്വാസത്തിന്റെ നീതീകരണമാണ്. അതായത് വിശ്വാസം യഥാർത്ഥമാണോ അതോ ഫോൾസ് ആണോ എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അതല്ലാതെ പ്രവൃത്തികളാലുള്ള നമ്മളുടെ നീതീകരണമല്ല, വിശ്വാസത്തിന്റെ നീതീകരണമാണ് യാക്കോബ് പറയുന്നത്. പൗലോസ് പറഞ്ഞ അതേ വിശ്വാസം തന്നെയാണോ നിങ്ങളിലുള്ളത് എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. അതിന്റെ പ്രവൃത്തികളാണ് ആ വിശ്വാസമാണ് എന്ന് തെളിയിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വിശ്വാസം നീതീകരിക്കപ്പെടുന്നത്. ഇത് വിശ്വാസമാണ് എന്ന് നീതീകരിക്കപ്പെടുന്നത് അതിന്റെ പ്രവൃത്തികളാലാണ് എന്നാണ് യാക്കോബ് പറഞ്ഞത്. ജ്ഞാനം അതിന്റെ ഫലങ്ങളാൽ, അതിന്റെ പ്രവൃത്തികളാൽ അത് ജ്ഞാനമാണ് എന്ന് നീതീകരിക്കപ്പെടുന്നത് പോലെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണ് എന്ന് അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു എന്നാണ് യാക്കോബ് പറയുന്നത്. ഈ ലൂതർ പറഞ്ഞൊരു കാര്യമാണ്, ജസ്റ്റിഫിക്കേഷൻ ഈസ് ബൈ ഫെയ്ത്ത് അലോൺ ബട്ട് നോട്ട് ബൈ ഫെയ്ത്ത് ദാറ്റ് ഈസ് അലോൺ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് വിശ്വാസത്താലാണ്, പക്ഷെ വിശ്വാസം മാത്രമല്ല, ബട്ട് നോട്ട് ബൈ ഫെയ്ത്ത് ദാറ്റ് ഈസ് അലോൺ. അതായത് ചുമ്മാതെ വിശ്വാസം അത് മാത്രമല്ല. ഇപ്പം ഇവിടെ ഒരു കസേര ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നതും അതൊക്കെ ഒരു വിശ്വാസമാണ്. അതൊക്കെ ചുമ്മാതുള്ള വിശ്വാസമാണ്, രക്ഷാകരമായ വിശ്വാസമല്ല, ഫ്രൂട്ട് എന്നിൽ നിന്ന് കൊണ്ടുവരുന്ന വിശ്വാസമല്ല, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമല്ല. അതൊന്നും ജീവനുള്ള വിശ്വാസമാണ് നമ്മൾ വരേണ്ടത്. ഈ ജീവനുള്ള വിശ്വാസത്തിന് ബലങ്ങൾ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ, അല്ലാത്ത വിശ്വാസത്തിന് ബലങ്ങളെ കൊണ്ടുവരാൻ കഴിയത്തില്ല. അല്ലാത്ത വിശ്വാസം നമ്മളെ നീതീകരിക്കുന്നതുമില്ല. അപ്പം ജീവനുള്ള വിശ്വാസം അത് എങ്ങനെ മനസ്സിലായി? എബ്രഹാമിനെ വിശ്വാസം ജീവനുള്ളതാണെന്ന് ആർക്ക് മനസ്സിലായി? ദൈവത്തിന് മനസ്സിലായി. നമ്മൾ നോക്കുമ്പോൾ എബ്രഹാമിന്റെ പ്രവൃത്തിയൊന്നും ആ സമയത്ത് കാണുന്നില്ല. ദൈവത്തിന് അറിയാൻ കുറെ നേരം കഴിഞ്ഞിട്ട് അവനിപ്പോ കുഞ്ഞിനെ കൊടുക്കാൻ പോകുമെന്നും അവനിൽ പ്രവൃത്തി ഉണ്ടാകുമെന്നും എല്ലാം ദൈവത്തിന് അറിയാം. കാരണം ആ ഫെയ്ത്ത് ഇങ്ങനെ പെയ്യനെ അവനിൽ വളർന്നു വരികയാണ്. ദൈവം കാണുന്നുണ്ട്. ആ ഫെയ്ത്തിനെയാണ് ദൈവം നീതീകരിച്ചത്. എബ്രഹാമിന്റെ ആ ഫെയ്ത്താണ് ദൈവം നീതീകരിച്ചത്. ഇല്ലായ്മയിൽ നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവത്തിൽ വിശ്വസിച്ചു. കുഞ്ഞിന്റെ മേലെ കത്തി കുത്താൻ നേരം എബ്രഹാം എന്തോ വിശ്വസിച്ചേ? ഈ കുഞ്ഞിനെ കുഞ്ഞ് മരിച്ചുപോയാലും ദൈവം വേറെ കുഞ്ഞിനെ തരുമെന്നും, അല്ലെങ്കിൽ ദൈവം ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണെന്നും. അപ്പം അതുപോലെ ആശയ്ക്ക് വിരോധമേ ആശയോടെ വിശ്വസിച്ചു എന്നാണ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. അപ്പൊ ഈ ഫെയ്ത്ത്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പലപ്പോഴും പൗലോസ് പറയുന്നത്, അപ്പൊ എബ്രഹാമിന്റെ ഈ ഫെയ്ത്ത് ആണ് അവനെ നീതീകരിച്ചത്. ഓക്കെ, ഈ ഫെയ്ത്ത്, ലിവിങ് ഫെയ്ത്ത്, എബ്രഹാമിന്റെ ലിവിങ് ഫെയ്ത്ത് ആണ് എബ്രഹാമിനെ നീതീകരിച്ചത്. ഇനി യാക്കോബ് പറയാണ്, നിങ്ങളിൽ ഈ ലിവിങ് ഫെയ്ത്ത് ഉള്ളതെങ്കിൽ
ഇതൊക്കെ നിങ്ങളിൽ വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് മരണകരമായ ഫെയ്ത്താണ്. അതാണ് പറയുന്നത് താഴോട്ട്. യാക്കോബിന്റെ ലേഖനം 2:14. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരോ അപവൃത്തിക്ക് വകയില്ലാത്തവരും വരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തിനോട് പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളതൊന്നും ഈ ഗുഡ് വർക്ക് ഒന്നും വരുന്നില്ല. ഒരു മനുഷ്യൻ വേദനിച്ച് നമ്മുടെ മുന്നിൽ വരുമ്പോൾ അപ്പം നമ്മളിൽ നിന്ന് ഈ ക്രിസ്തുവിന്റെ നല്ല പ്രവൃത്തികളൊന്നും വരുന്നില്ല. നമ്മുടെ മനസ്സിൽ ഒരു സ്നേഹവും അവരോട് വരുന്നില്ല. ഞാൻ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, സ്നാനപ്പെട്ടു, പക്ഷെ എന്നിൽ നിന്ന് ഒരു നശിച്ചു പോകുന്ന പാപിയെ കാണുമ്പോൾ സ്നേഹം വരുന്നില്ല, സഹോദരനോടുള്ള ബേഡം വരുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്, ഒരു പാവപ്പെട്ട ഒരാളെ കാണുമ്പോൾ അവരെ സ്നേഹിക്കുവാൻ അവരോട് എമ്പതിയും തോന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ക്രിസ്തു അല്ല ജീവിക്കുക. ക്രിസ്തു ഉള്ളിൽ ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് മറ്റുള്ളവരോട്, നശിച്ചു പോകുന്ന പാപികളോടും സാധാരണപ്പെട്ടവരോടും ഉള്ളൊരു സ്നേഹം വരും. അപ്പം ഈ ഫെയ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ മരിച്ചു അല്ലെങ്കിൽ ഫെയ്ത്ത് ഇല്ല എന്നുള്ളതാണ് ഈ പ്രവൃത്തി വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം. അതിന് ഒരു ഉദാഹരണം താഴെ പറയുന്നത്, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. അപ്പൊ നിന്റെ വിശ്വാസം ഇനിയാണ് അടുത്ത വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. അപ്പൊ ഇനി ഒരാൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇനി പ്രവർത്തിക്കാതെ എങ്ങനെയാ നിന്നിൽ വിശ്വാസം ഉണ്ട് എന്ന് നീ കാണിച്ചു തരുന്നത്? കാരണം വിശ്വസിച്ച് നമ്മളെ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ഒരു ലൈക്നെസ്സും നമ്മുടെ ഉള്ളിൽ വരുന്നില്ല. കർത്താവിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു അംശം പോലും നമ്മുടെ ഉള്ളിൽ തുള്ളികൾ പോലും വരുന്നില്ല. അപ്പോൾ നീ എന്താണ്? അപ്പൊ പിശാചിന്റെ കൂട്ട് തന്നെ നിൽക്കുകയാണ്, ലൈക്ക് സാറ്റാൻ. ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നിന്റെ വിശ്വാസം നീ എങ്ങനെ പ്രവർത്തിച്ച് കാണിക്കാതെ, അല്ലെങ്കിൽ വിശ്വാസം പ്രവൃത്തിയിൽ കൂടാതെ നീ എങ്ങനെ എനിക്ക് കാണിച്ചു തരുന്നത്? അന്ന് കാണിച്ചതാ എന്നാ പറയുന്നത്. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികൾ കാണിച്ചു തരാം. അതാണ് പറഞ്ഞത്, എന്റെ ഫലങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നിൽ വിശ്വാസമുണ്ട്, അതിന്റെ ഫലങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിശാചുക്കളും യേശുക്രിസ്തുവിനെ പറ്റി അറിയാം, യേശുക്രിസ്തു ദൈവമാണെന്നറിയാം, വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാ പറയുന്നത്. അവനിൽ വിറയെങ്കിലും ഉണ്ട്, നിന്നിൽ അതുപോലും ഇല്ലല്ലോ. പിന്നെ നീ എന്താണ് നിന്റെ വിശ്വാസത്തിന്റെ ഫലം എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യാക്കോബിന്റെ ലേഖനം പറയുന്നത് അതേ ഇൻസിഡന്റ്, എബ്രഹാമിന്റെ അതേ വിശ്വാസം എടുത്തു വെച്ച് മറ്റൊരു കാര്യമാണ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമല്ല, രണ്ടും ഒരേ ഫെയ്ത്തിനെ പറ്റിയാ പറയുന്നത്. മറ്റേത് ദൈവത്തോട് നീതീകരണം, നമ്മൾ നീതീകരിക്കപ്പെട്ടത് ഈ വിശ്വാസത്താലാണെന്നും ഈ വിശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ലൈഫ് കൊണ്ടുവരേണ്ട ആണ് എന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം രക്ഷാകരമായ വിശ്വാസമല്ല, നിർജീവമായ വിശ്വാസമാണെന്നും ഒരു ഫലങ്ങളെ കൊണ്ടുവരുന്നില്ല, ആ വിശ്വാസം വ്യർത്ഥമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. അപ്പൊ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ഫെയ്ത്ത് എന്നുള്ളതാണ്. ഇപ്പം മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 1:24 ആണെന്ന് തോന്നുന്നു. അവരുടെ പള്ളിയിൽ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യരുടെ ഉണ്ടായിരുന്നു. അവൻ നിലവിളിച്ച്, നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഭൂതമാണ് പറഞ്ഞത്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ, നീ ആരെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഭൂതത്തിന് അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് അവൻ വിശ്വസിക്കുന്നുണ്ട്. യേശുക്രിസ്തു ദൈവമാണെന്ന് അനേകർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ എന്താണ് രക്ഷാകരമായ വിശ്വാസം അതൊന്നും കൊണ്ടുവരുന്നില്ല, ആ ബലങ്ങളെ കൊണ്ടുവരുന്നില്ല. നിർജീവമായ വിശ്വാസമാണ്. അപ്പൊ നമ്മള് ഒരു ബലങ്ങൾ കൊണ്ടാണ് ഇത് മനസ്സിലാക്കുന്നത്. ലിവിങ് ഫെയ്ത്ത് ആണ് ഒരു മനുഷ്യനിൽ നടക്കുന്നത്. ആ വിശ്വാസം, ആ ജീവനുള്ള വിശ്വാസം ആണ് എന്ന് അത് മനസ്സിലാക്കുന്നത് അതിന്റെ ബലങ്ങൾ കൊണ്ടാണ്. അതുപോലെ വ്യാജബലം കാണിക്കാനും നമുക്ക് പറ്റും. കപട സ്നേഹം കാണിക്കാനും കപട രീതിയിൽ ആ ബലങ്ങൾ കൊണ്ടുവരാനും നമുക്ക് കഴിയും. പക്ഷെ ദൈവം അറിയുന്നു. യാക്കോബ് എബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആ ഒരു പെർഫെക്ഷൻ എവിടാന്നാ പറഞ്ഞേ? ആ കുഞ്ഞിനെ അവിടെ കൊടുക്കുന്ന, അതായത് ആ മരണം, അതായത് ഞാനല്ല, എനിക്ക് തന്റെ എല്ലാ അഭിപ്രായങ്ങളോടും താൻ മരിച്ച് ദൈവം തന്റെ കൂടെ ഉണ്ട്. ദൈവം ഈ മരിച്ച കുഞ്ഞിനെ ജീവിപ്പിക്കാനും
അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ വേഗം തരുവാനും തന്റെ വാഗ്ദത്തം നിറവേറ്റുവാൻ മതിയായ ദൈവമാണ്. തന്റെ എല്ലാ ഐഡിയോളജിയും, എല്ലാ ലോജിക്സിനോടും തന്റെ എല്ലാ ചിന്തകളോടും താൻ ആ നിമിഷം മരിക്കുകയാണ്. ദൈവത്തിന്റെ നോളജിൽ നിന്ന് ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. ദൈവം ഈ തനിക്ക് തന്റെ പ്രോമിസ് താൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തനിക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും മണത്തരിയെ പോലെയും കുഞ്ഞുങ്ങളെ തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുവാൻ ദൈവം മതിയായവനാണെന്ന് ആ വിശ്വാസത്താൽ താൻ അവിടെ ക്രൂശീകരണത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ നിമിഷം തന്നെ. അതായത് തന്റെ സ്വന്തം പുത്രനെയാണ് താൻ വിട്ടുകൊടുക്കുന്നത്. അപ്പം തന്റെ എല്ലാ ചിന്തകളോടും തന്റെ എല്ലാ വികാരങ്ങളോടും തന്റെ എല്ലാ ഇഷ്ടങ്ങളോടും താൻ മരിക്കുകയാണ് ആ നിമിഷം. അവിടെയാണ് ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ വിശ്വാസത്തിന്റെ ആ ഒരു പെർഫെക്ഷൻ നമ്മൾ എപ്പോഴും ആ ക്രൂശ് അനുഭവിക്കുമ്പോഴാണ് നമ്മളിൽ ആ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഞാനല്ല ക്രിസ്തു, ആ ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അത് മനസ്സിലാകാൻ നമുക്ക് കഴിയത്തുള്ളൂ. തിരിച്ച് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരാം. അപ്പൊ ഈ ഫെയ്ത്ത്, ഇപ്പൊ നമ്മൾ ഈ ലിവിങ് ഫെയ്ത്ത് വേണം. മറ്റു ഫെയ്ത്തുകളൊന്നും നമ്മളെ രക്ഷിക്കുന്നതല്ല. മറ്റു ഫെയ്ത്ത്, ജീവനില്ലാത്ത ഫെയ്ത്ത്, ആ വിശ്വാസം, ഈ പറയുന്ന പിശാച് വിശ്വസിക്കുന്ന ആ വിശ്വാസം, ജീവനില്ലാത്ത വിശ്വാസം, അത് ബലങ്ങളെ ഒന്നും കൊണ്ടുവരുന്നില്ല. അത് രക്ഷാകരമായിട്ടുള്ള വിശ്വാസമല്ല. അപ്പൊ യഥാർത്ഥ രക്ഷാകരമായ വിശ്വാസം നമ്മളിൽ വരുന്നത് എങ്ങനെയാ? ഇത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നമുക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. രക്ഷാകരമായ വിശ്വാസം നമ്മൾ കൊണ്ടുവരുന്നതല്ല. ആ റീജനറേഷന്റെ സമയത്ത്, ആ വീണ്ടും ജനന സമയത്ത് നമ്മളിൽ ഉണ്ടായി വരുന്നതാണ്. സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ നാം വിശ്വസിക്കുകയാണ് സുവിശേഷത്തിൽ. ആ പോയിന്റിൽ ദൈവം നമുക്ക് നൽകുന്ന അതിവിശുദ്ധമായ വിശ്വാസമാണ് നമ്മളെ ഈ ബലങ്ങളെ കൊണ്ടുവരുന്നത്. ഹോളി ഫെയ്ത്ത്, ഈ ലിവിങ് ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്. ലിവിങ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫെയ്ത്ത് പ്രൊഡക്റ്റീവാണ്, ഭയങ്കര. അത് ലൈഫ് കൊണ്ടുവരും, അതിങ്ങനെ ജീവനെ കൊണ്ടുവരും, അത് ക്രിസ്തുവിന്റെ ലൈഫ് കൊണ്ടുവരും. അത് നമ്മളിൽ നിന്ന് ആ ഓവർഫ്ലോ, ക്രിസ്തുവിന്റെ ജീവജല നദികൾ ഒഴുകുന്ന തലത്തിലേക്ക് നമ്മളിൽ ആ ലൈഫ് കൊണ്ടുവരും. അതാണ് ഈ ലിവിങ് ഫെയ്ത്തിന്റെ, ഈ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇത് നമുക്ക് വീണ്ടും ജനന സമയത്ത് നമ്മളിൽ ഉണ്ടായി വരുന്ന ഫെയ്ത്ത് ആണ് ഈ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനാലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഫെയ്ത്ത് നമ്മൾ വരുമ്പോഴാണ് ആ ബലങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. അത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയാണത്. ഈ യാക്കോബ് തന്നെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ 1-ാം അധ്യായത്തില് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. നിങ്ങൾ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് ഡെയിലി ലൈഫിൽ ചില കഷ്ടങ്ങൾ തരുന്നത് നമ്മൾ ഈ ലിവിങ് ഫെയ്ത്ത് ആണോ ഉള്ളതെന്ന് നമ്മൾ പലപ്പോഴും അറിയേണ്ടതിന് വേണ്ടിയാണ്. ഇത് തന്നെ യാക്കോബ് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ ലിവിങ് ഫെയ്ത്ത് നിങ്ങളിലുണ്ടോ? ആ ലിവിങ് ഫെയ്ത്ത് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫെയ്ത്ത് വെറും ചുമ്മാത്തുള്ള ഫെയ്ത്ത് ആണ്. അത് ജീവനെ കൊണ്ടുവരുന്ന ഫെയ്ത്ത് അല്ല. അതിനാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പൗലോസ് പറഞ്ഞ ആ നീതീകരണം വരുന്നില്ല. യഥാർത്ഥമായി നിങ്ങളിൽ ആ വീണ്ടും ജനം നടക്കാതെ, യഥാർത്ഥമായി ആ വിശ്വാസം നമ്മളിൽ യഥാർത്ഥമായി വരാതെ എന്തു വരുന്നില്ല, നമ്മൾ നീതീകരിക്കപ്പെടുന്നില്ല, നമ്മളിൽ ബലങ്ങൾ ഉണ്ടാകാൻ. അപ്പം യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താൻ സുവിശേഷം എഴുതുന്നത് യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നതിനും ജീവൻ പ്രാപിക്കേണ്ടതിനും. 2 കാര്യമാണ്. ഒന്ന്, വിശ്വസിച്ചു, ജീവൻ പ്രാപിച്ചു. അപ്പൊ ആ ജീവനുള്ള വിശ്വാസത്തിനെ ഒരാൾക്ക് ക്രിസ്തുവിന്റെ ലൈഫ് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ലിവിങ് ഫെയ്ത്ത്, ആ ലിവിങ് ഫെയ്ത്തിനെ ഒരാൾക്ക് ക്രിസ്തുവിന്റെ ലൈഫ് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. അപ്പം യാക്കോബ് പറയുന്നത്, ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം, നിങ്ങൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ നമ്മുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണോ എന്ന് എങ്ങനെ അറിയുന്നത്? ഞാനും പലപ്പോഴും പരീക്ഷിക്കപ്പെടാറുണ്ട്. നമ്മൾ സഹോദരങ്ങൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴും, നമ്മൾ പലപ്പോഴും തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോഴും, നമുക്ക് ക്ഷമിക്കാൻ പറ്റാതെ വരുമ്പോഴും, നമ്മളിൽ നിന്ന് സ്നേഹം വരാതിരിക്കുമ്പോഴും, ഇതൊക്കെ ക്രിസ്തുവിന്റെ ലൈഫാണോ, നമ്മളിൽ ആ ലിവിങ് ഫെയ്ത്ത് ആണോ നമ്മളിൽ ഉള്ളത് എന്ന് പരീക്ഷിക്കേണ്ടതിന് വേണ്ടി ദൈവം അനുവദിച്ചിരിക്കുന്ന. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലോകത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ എല്ലാ കഷ്ടങ്ങളും അവൻ ഈ ലിവിങ് ഫെയ്ത്ത് ആണോ അവനിലൂടെ കടക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതിനും അവൻ വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതിന് വേണ്ടിയാണ്. ലിവിങ് ഫെയ്ത്ത് ആണെങ്കിൽ അത് വിശുദ്ധീകരണത്തിലേക്ക് കടത്തിവിടും. അപ്പൊ ആ ഫെയ്ത്ത് ശോധന ചെയ്യപ്പെടേണ്ടതിന് വേണ്ടിയും വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകേണ്ടതിന് വേണ്ടിയാണ് പലപ്പോഴും കഷ്ടങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ് യാക്കോബ് പറയുന്നത്. ഇത് വളരെ യാഥാർത്ഥ്യപരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എബ്രഹാം പറയുന്ന ഫെയ്ത്തും യാക്കോബ് പറയുന്ന ഫെയ്ത്തും ഒരേ ഫെയ്ത്താണ്, ഒരേ വിശ്വാസം തന്നെയാണ്. പൗലോസ് പറയുന്നത്
എബ്രഹാമിനെ നീതീകരിച്ച വിശ്വാസമാണ് യേശുക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരെയും നീതീകരിക്കുന്നത്. വിശ്വാസമാണ് ഒരു പാപിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും ദൈവത്തിന് മുന്നിൽ നിർത്തുന്നതും അവനെ നീതിമാനാക്കുന്നതും. യാക്കോബ് പറയുന്നു, ആ നീതീകരിക്കുന്ന വിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ആ വിശ്വാസം പ്രവൃത്തിയെ കൊണ്ടുവരും. അപ്പോൾ വിശ്വാസം അത് നീതീകരിക്കപ്പെടുകയാണ്. അതായത് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നീതീകരിക്കപ്പെടുകയാണ്. അപ്പൊ ശരിയാണെങ്കിൽ നീതീകരിക്കപ്പെടുകയും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കപ്പെടുകയാണ്. അപ്പോൾ ഫെയ്ത്ത് നീതീകരിക്കപ്പെടുന്നത് അതിന്റെ പ്രവൃത്തികളിലൂടെയാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. പൗലോസ് ആ വിശ്വാസം നമ്മെ നീതീകരിക്കുന്നതിന്റെ കാര്യം പറയുന്നു. ആ വിശ്വാസം യാക്കോബ് പറയുന്നു, അത് നീതീകരിക്കപ്പെട്ട വിശ്വാസമാണെങ്കിൽ അത് ലൈഫിനെ കൊണ്ടുവരണം, അത് ജീവനെ കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് പിശാചികൾ വിശ്വസിക്കുന്ന പോലെ ഒരു വിശ്വാസമാണ്, അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് യാക്കോബ് പറയുന്നത്. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരീക്ഷണം വിലയേറിയതെന്ന് പത്രോസും പറയുന്നുണ്ട്. അത് പൊന്ന് തീയിലിടുന്നതിനേക്കാൾ, അത് പൊന്ന് തീയിലിട്ട് ശോധന ചെയ്യുന്നതിനേക്കാൾ വിലയേറിയത്. നമ്മുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ അല്ല. നമ്മൾ ഇപ്പം പല സഹോദരൻ, ഞാൻ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് കർത്താവിനെ അറിഞ്ഞത്. അതുപോലെ ഇപ്പോഴും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഈവിളെല്ലാം ഒരൊറ്റ കാര്യത്തിന്, വിശ്വാസം നമ്മൾ കണ്ടുമുട്ടേണ്ടതിന് വേണ്ടിയും വിശ്വാസം പരീക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടിയും ആ വിശുദ്ധീകരണം നമ്മൾ നടക്കേണ്ടതിന് വേണ്ടിയും എല്ലാം ഈ തിന്മ ഉപകാരപ്പെടുന്നു. ഇപ്പൊ തിന്മ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളതാണ് വചനം പറയുന്നത്. അപ്പം സന്തോഷ് ബ്രദറായാലും ദൈവത്തെ കണ്ടുമുട്ടാൻ ഇടയായത് തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആ ബ്രദറിനോട് പറഞ്ഞ്, നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മകളൊക്കെ ഭവിക്കുന്നത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. കർത്താവിനെ നമ്മൾ അറിയും. ആ നന്മ നമ്മുടെ അതാണ് നന്മ. ആ നന്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നതാണ്. എന്നാൽ കഷ്ടങ്ങൾ ദൈവം നമ്മുടെ ലൈഫിലേക്ക് ഇട്ടു തരികയാണോ? അല്ല, കഷ്ടങ്ങളുടെ നടുവിലാണ് നമ്മൾ ലോകത്തിലായിരിക്കുന്നത്. അപ്പൊ ഈ കഷ്ടങ്ങളെ ദൈവം ടേൺ ചെയ്യിപ്പിക്കണം. അവസാനം ഈ കഷ്ടങ്ങളെല്ലാം പോയിട്ട് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ ദൈവം ഒരു 180 ഡിഗ്രി ഒറ്റ തേപ്പ് തിരിക്കുമ്പോൾ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. അവസാനം എല്ലാം ബ്ലെസ്സിങ് ആകുകയാണ്. എല്ലാം ആ വണ്ടർഫുൾ മോമെന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ എല്ലാം ഭയങ്കര മനോഹരമായി തീരുകയാണ്. അപ്പൊ അങ്ങനെയാണ് ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തികളെല്ലാം ദൈവം ചെയ്യുന്നത്. യാക്കോബിന്റെ ലേഖനം പറയുന്നത് വിശ്വാസത്താലുള്ള നീതി, അത് വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് നമ്മളിൽ നിന്ന് ആ ഫലങ്ങൾ വരുന്നതാണ്. നമ്മൾ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ആ ഫെയ്ത്ത് നമ്മൾ ആ ജീവനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ഫെയ്ത്ത് യഥാർത്ഥമായ നീതീകരണം ഉളവാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ നീതീകരിക്കുന്ന ഫെയ്ത്ത് അല്ല, അതൊരു ഫേക്ക് ഫെയ്ത്ത് ആണ്. അത് ആ ഫെയ്ത്ത് ആർക്കും ഉണ്ട്, പിശാചിനും ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അവർ അമ്പലങ്ങളിലും പള്ളിയിലും പോകുന്നുണ്ട്. അവരിൽ യേശുക്രിസ്തു ദൈവമാണെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിൽ ആ രക്ഷാകരമായുള്ള ജീവിതവും ആ ലൈഫും ആ രക്ഷാകരമായുള്ള വിശ്വാസവും നൽകുന്നില്ല. ഈ ഫെയ്ത്ത്, രക്ഷാകരമായുള്ള വിശ്വാസം നമ്മളിൽ എങ്ങനെ വരുന്നു? നമ്മൾ ക്രിസ്തുവിൽ, കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവെ പൂർണ്ണമായി അവനിൽ വിശ്വസിക്കും. എങ്ങനെയാണ് നിക്കോദീമോസിനോട് കർത്താവ് പറയുന്നത്? മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവങ്കിലേക്ക് നോക്കി വിശ്വസിക്കുന്നവരെല്ലാം ജീവൻ പ്രാപിക്കും. അപ്പോൾ യേശുക്രിസ്തുവിലേക്ക് നോക്കി വിശ്വസിക്കുന്നവർ ആ ജീവൻ പ്രാപിക്കും. അപ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ മാത്രം ആശ്രയിക്കുക. 24 hours ലൈഫിൽ ഓരോ ശോധനകൾ വരുമ്പോഴും കർത്താവിൽ മാത്രം, ഞാനല്ല ക്രിസ്തു. അപ്പൊ ഒരു പ്രവൃത്തി വരുന്നത് ചെങ്കടലിന്റെ മധ്യ ചെങ്കടലിൽ മുന്നിൽ വയ്ക്കുകയാണ്. അപ്പൊ അവര് നടക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ് നടക്കുന്നത്. ദൈവം അവരുടെ കൂടെ ഉണ്ട്. മോശ അവരെ കമാൻഡ് ചെയ്യുമ്പോൾ ദൈവമാണ് പറഞ്ഞത് ഇതിന്റെ മുകളിലൂടെ നടക്കാൻ. അതുപോലെ പത്രോസ് കടലിന്റെ മുകളിൽ കൂടെ നടക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അവിടെ നിൽക്കുന്നു, എന്നോട് നടക്കാൻ പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നടക്കുമ്പോൾ എനിക്ക് കടലിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിയും. അപ്പോൾ എന്നിൽ വ്യാപരിക്കുന്നത് എന്താണ്? വിശ്വാസമാണ് വ്യാപരിക്കുന്നത്. ഈ വ്യാപരിക്കുന്നത് എന്താണ്? വിശ്വാസമാണ് വ്യാപരിക്കുന്നത്. ഞാൻ കടലിന്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴും എന്നെ വ്യാപരിക്കുന്നത് എന്താണ്? ഈ ഫെയ്ത്ത് ആണ്. ഞാനല്ല, എന്നെ നടത്തുമാറാക്കുന്ന ദൈവമാണ് എന്നെ നടത്തുന്നത് ഈ കടലിന്റെ മുകളിൽ കൂടെ. ഞാൻ സ്വയമേ നടക്കുന്നതല്ല. അപ്പം ആ കർത്താവിലുള്ള വിശ്വാസം ആണ് എന്നെ ഇതിന്റെ മുകളിൽ കൂടെ നടത്തുന്നത്. അപ്പോൾ ഈ ഫെയ്ത്തിനാലുള്ള ദൈവത്തിന്റെ ശക്തിയാണ് എല്ലായിടത്തും വ്യാപരിക്കപ്പെടുന്നത്. അതാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ, വിശ്വാസത്താൽ നിങ്ങൾ വ്യാപരിക്കുന്നത്. അപ്പൊ ഈ ഫെയ്ത്തിനാൽ നമ്മളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഒരു അൺപ്രഡിക്റ്റബിൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത ഒരു വലിയ പവർ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നുണ്ട് ഈ വിശ്വാസത്താൽ, ആ ലിവിങ് ഫെയ്ത്തിനാൽ.
ഈ ജീവനുള്ള വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മളിൽ വരുന്ന വിശ്വാസമാണ്. ആ ജീവൻ, ആത്മാവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്ന് നമ്മളിൽ വരുന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആ ജീവനിൽ നിന്ന് വരുന്ന വിശ്വാസം. നമ്മുടെ മനുഷ്യൻ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ മനുഷ്യന്റെ ജീവനാൽ നമ്മളിൽ ഉണ്ടാകുന്ന വിശ്വാസം, ഈ വിശ്വാസമാണ് നമ്മളിൽ ക്രിസ്തുവിന്റെ ജീവന്റെ പ്രവൃത്തികളെ കൊണ്ടുവരും. ഈ വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്. ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തികളാണ് യാക്കോബ് പറയുന്നത്. ഈ വിശ്വാസമാണ് നമ്മളിലുള്ളതെങ്കിൽ വിശ്വാസം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് യാക്കോബ് പറയുന്നത്. ഈ വിശ്വാസമാണോ നമ്മുടെ ഉള്ളിലുള്ളത്, ജീവനുള്ള വിശ്വാസമാണോ നമ്മളിലുള്ളത് എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യാം. നമ്മളിൽ അങ്ങനെയുള്ള ഒരു വിശ്വാസമില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇല്ല, അത് അനുഭവമില്ലാത്തവർ കർത്താവിന്റെ ജീവനായി ക്രിസ്തുവിലേക്ക് നോക്കുന്നവർക്ക് എത്രയധികം അവന്റെ ആത്മാവിനെ നൽകും എന്നാണ് ദൈവവചനം പറയുന്നത്. രക്ഷയ്ക്കായി നോക്കുന്നവർ, മരണം അനുഭവിച്ചവർ, പാപത്തിന്റെ വിഷം തീണ്ടിയവർ, മരണം അനുഭവിച്ചവർ ക്രിസ്തുവിന്റെ ക്രിസ്തുവിലേക്ക് നോക്കി വിശ്വസിക്കുമ്പോൾ ജീവൻ പ്രാപിക്കും എന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.